ഇത് നമുക്ക് പോളാർ കോർഡിനേറ്റ്സിലുള്ള കേർവ്സിൻ്റെ ലെങ്ത്ത് കാണാനാണ് പഠിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ പോളാർ കേർവ്സിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ലെങ്ത്ത് കാണാൻ നോക്കുക. ലെറ്റ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ബി ദ ഇക്വേഷൻ ഓഫ് എ കേർവ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. പോളാർ കോർഡിനേറ്റ്സിലുള്ള കേർവിൻ്റെ ഇക്വേഷനാണ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. ആറിലും തീറ്റയിലും ആണല്ലോ ഉണ്ടാവുക. If r equal to f of theta has a continuous first derivative for alpha less than or equal to theta less than or equal to beta, and if the point P r theta traces the curve r equal to f of theta exactly once as theta runs from alpha to beta, അതായത് ആംഗിൾ ആൽഫ ടു ബീറ്റ ആവുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ അതിലുള്ള പോയിൻറ്റ്സ് ഒറ്റ പ്രാവശ്യം കേർവ് എന്ത് ചെയ്യുക, ട്രേസ് ചെയ്ത് വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് അപ്പോൾ നോക്ക്, ഇതൊരു കാർഡിയോയിഡ് ആണല്ലോ. ഇതിപ്പോൾ തീറ്റ 0 to 2π ആണ്. 0 to 2π റൊട്ടേഷൻ ആണുള്ളത്. 0 to π എഗെയിൻ വന്നു 0 to 2π അല്ലേ. നമ്മളിതിൻ്റെ ലെങ്ത്ത് കാണുന്ന സമയത്ത് 0 to 2π എടുക്കേണ്ടത്. എല്ലാം ഇങ്ങനെ ഡിഫൈൻ ചെയ്തത് L ഈക്വൽ ടു ആൽഫ ടു ബീറ്റ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ. അതായത് ആൽഫ ടു ബീറ്റ ആർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് തീറ്റയാണ്. എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ഡാഷ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ. അപ്പോൾ നമ്മൾ പ്ലെയിൻ കേഴ്സിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പ്ലെയിൻ കേഴ്സിൻ്റെ ലെങ്ത്ത് കാണാൻ പഠിച്ചിട്ടുണ്ട്. ഇത് പോളാർ കേഴ്സിൻ്റെ ലെങ്ത്ത് കാണുന്ന ഫോർമുലയാണ്. രണ്ടും കൂടെ മാറിപ്പോവരുത്. ഫോർമുല പഠിച്ചു വെക്കുക. ഓക്കെ, പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കാർഡിയോയിഡ് ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്ന കാർഡിയോയിഡിൻ്റെ ലെങ്ത്താണ് കാണേണ്ടത്. അപ്പോൾ കാർഡിയോയിഡിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചതാണ്. ഇതാണ് ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്ന കാർഡിയോയിഡിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആർ തീറ്റ എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇത് 0 to 2π ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 0 to π കണ്ടിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആൻസർ കിട്ടും. അപ്പോൾ നോക്കുക, ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ. അപ്പോൾ ആറാണിത്. ഇതിന് ഡെറിവേറ്റീവ് കാണും വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ. എയുടെ കോൺസ്റ്റൻറ്റ് 1 ഇൻറ്റു 0 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. എ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, അതായത് മൈനസ് എ സൈൻ തീറ്റ കിട്ടി. ഇനി ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട് മൈനസ് എ സൈൻ തീറ്റ, അതിൻ്റെ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. രണ്ട് ടേമിലും ആദ്യം ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട്. ഇതൊക്കെ നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്തതാണ്. എ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു കോസ് തീറ്റ 2 കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇത് അതേപോലെ എഴുതി. ഇനി ഈ ടേമിലും കോമൺ ആയിട്ട് എ സ്ക്വയർ ഉണ്ട്, അത് ഔട്ട് സൈഡ് വെച്ചു. ബാക്കി 1 പ്ലസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെ ഒരു സൈൻ സ്ക്വയറും ഉണ്ട്. ഓക്കെ, ദെൻ എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ പ്ലസ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണെന്ന് നമുക്കറിയാം. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ 1 പ്ലസ് 2 കോസ് തീറ്റ പ്ലസ് 1, ദാറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് 2 പ്ലസ് 2 കോസ് തീറ്റ. ഒരു 2 കൂടെ ഔട്ട് സൈഡ് വെക്കുക. 2 എ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ. ഇനി ലെങ്ത്തിൻ്റെ ഫോർമുലയിൽ കൂടെ അപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 0 ടു പൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ. ഇതിൻ്റെ റൂട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത് അല്ലേ. ദാറ്റ് ഈസ് 2 ഇൻറ്റു 0 ടു പൈ റൂട്ട് ഓഫ് 2 എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റയാണ്. 1 പ്ലസ് കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ. അത് അവിടെ പഠിച്ചു വെക്കുക. അപ്പോൾ 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 കൊടുത്തു. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 എ സ്ക്വയർ ഇൻറ്റു 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഒരു 2 ഔട്ട് സൈഡ് ഉണ്ട്. 2 ഇൻറ്റു 0 ടു പൈ. ഈ 2ഉം 4 ആയി. എ സ്ക്വയർ അതേപോലെ എഴുതി കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ഡി തീറ്റ. ഇനി 4 എ സ്ക്വയറിൻ്റെ അകത്തുനിന്ന് ഔട്ട് സൈഡ് വന്നാൽ എന്തായിട്ട് മാറും? 2a ആയിട്ട് മാറും. 2 ഇൻറ്റു 0 ടു പൈ 2a കോസ് തീറ്റ ബൈ 2 ഡി തീറ്റ. ഇനി മോഡ്ലെസ് ആണ് റൂട്ടിൽ നിന്ന് പുറത്ത് വന്നതുകൊണ്ട്, പക്ഷേ 0 ടു പൈയിൽ കോസ് എന്തായാലും പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മോഡ്ലെസ് ഒഴിവാക്കാം. ഇത് പുറത്ത് വന്നപ്പോൾ 4a 0 ടു പൈ കോസ് തീറ്റ ബൈ 2 ഡി തീറ്റ. 4a ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടാവും ഒരു 1/2 0 ടു പൈ. ഇനി ഈ 1/2 റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ 8a ആയിട്ട് മാറും. ഇതിൽ ബ്രാക്കറ്റിൽ പൈ കൊടുക്കുക. സൈൻ പൈ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് സൈൻ 0. സൈൻ 91 ആണ്, സൈൻ 0 ആണ്. അപ്പം 8a ആണ് നമ്മളെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി കർവ് ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ
0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഓക്കെ, 6 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യേ വേണ്ടുള്ളൂ. തീറ്റ 0 to 2π ആണ് വാരി ചെയ്യുന്നത് തന്നിട്ടുണ്ട്. r ഈക്വൽ ടു കോസ് തീറ്റ. അപ്പോൾ dr/d തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് ഐ, നെഗറ്റീവ് പ്ലസ് ഐ പ്ലസ് സൈൻ തീറ്റ. ഈ ഫോർമുലയിൽ നമുക്ക് ആവശ്യം r² പ്ലസ് dr/d തീറ്റ ഹോൾ സ്ക്വയർ ആണ്. അതായത് 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. നേരത്തെ ചെയ്തതുപോലെ തന്നെ a മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. 1 മൈനസ് 2ab എന്ന് പറഞ്ഞാൽ 2 × 1 × കോസ് തീറ്റ 2 കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് 1 ആയിട്ട് മാറും. അപ്പം ഐഡൻറ്റിറ്റി ആണല്ലോ, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി. ഈ 1 ഉം 1 ഉം 2. അപ്പോൾ 2 മൈനസ് 2 കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ കോമൺ ആയ 2 ഔട്ട് സൈഡ് എടുത്താൽ 1 മൈനസ് കോസ് തീറ്റ. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ലെങ്ത് ഓഫ് ദി ഗിവൺ ആർക്ക് 0 to 2π റൂട്ട് ഓഫ് r² പ്ലസ് dr/d തീറ്റ ഹോൾ സ്ക്വയർ d തീറ്റ. അതായത് റൂട്ടിൻ്റെ ഉള്ളിൽ ഇടേണ്ട ആളാണിത്. 2 ഔട്ട് സൈഡ് വരും. അപ്പോൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. 0 to 2π റൂട്ട് ഓഫ് 2 × 1 മൈനസ് കോസ് തീറ്റ d തീറ്റ. ഇനി ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. അപ്പോൾ 2 × 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 d തീറ്റ. ഇവിടെയൊക്കെ d തീറ്റ ഉണ്ട്. ദാറ്റ് ഈസ് റൂട്ടിൻ്റെ ഉള്ളിൽ 4 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 d തീറ്റ. ഓക്കെ, അപ്പോൾ 4 ഔട്ട് സൈഡ് വന്നാൽ 2 ആയി. റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നതുകൊണ്ട് മോഡ്ലെസ്. പക്ഷേ 0 to 2πൻ്റെ ഇടയിൽ സൈൻ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ മോഡ്ലെസിൻ്റെ ആവശ്യമില്ല. 2 ഔട്ട് സൈഡ് വെച്ചു. 0 to 2π സൈൻ തീറ്റ ബൈ 2 d തീറ്റ. ദാറ്റ് ഈസ് 2 × ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ്റെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് കോസ് തീറ്റ ബൈ 2 മാത്രമല്ല ഡിവൈഡഡ് ബൈ തീറ്റ ബൈ 2 ഡെറിവേറ്റീവ് വരെ 1/2 ഔട്ട് സൈഡ് നാം 0 to 2π. ഈ 1/2 റെസിപ്രോക്കൽ വന്നാൽ ഇവിടെ 4 ആയിട്ട് മാറും. -4 അങ്ങ് ഔട്ട് സൈഡ് വെക്കാം. -4 ഔട്ട് സൈഡ് വെച്ച് കഴിഞ്ഞ് അപ്പർ ലിമിറ്റ് കൊടുത്താൽ കോസ് 2π/2 കോസ് പൈ വരും. ഇതാ -4 കോസ് പൈ മൈനസ് കോസ് 0 എന്ന് വരും. -4 കോസ് പൈ -1 ആണ്. മൈനസ് കോസ് 0 1 ആണ്. -2 -4 × -2 8 കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കർവ് r ഈക്വൽ ടു 4θ സ്ക്വയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് r ഈക്വൽ ടു 4θ സ്ക്വയർ ആണ്. നമുക്ക് r² വേണം. അതായത് ഇതിൻ്റെ സ്ക്വയർ 4ൻ്റെത് 16, തീറ്റ സ്ക്വയറിൻ്റെത് θ⁴. dr/d തീറ്റ എന്ന് പറഞ്ഞാൽ 4 × 2θ 8θ. ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ആൽഫയും ബീറ്റയും കൊണ്ട് 0 to 3 ആണ്. 0 to 3 റൂട്ട് ഓഫ് r² എന്ന് പറഞ്ഞാൽ 16 θ⁴. ഇതിൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ 64, തീറ്റേൻ്റെ സ്ക്വയർ 6θ⁴. ദെൻ 0 to 3 16 θ² ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു θ² ഉണ്ടാവും. 64ൽ ബാക്കി ഒരു 4ഉം ഉണ്ടാവും. ഇനി ഇത് റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ 4θ ആയിട്ട് മാറും. റൂട്ട് ഓഫ് θ² പ്ലസ് 4 d തീറ്റ. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതായത് റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്ക് u കൊടുത്തു. അപ്പോൾ du ഈക്വൽ ടു θ² ഡെറിവേറ്റീവ് 2θ. ഇത് 0 ആയിപ്പോയി. ഇവിടെ du/d തീറ്റ ഉണ്ടാവും. അതിൻ്റെ കൂടെ വന്ന് 2θ d തീറ്റ ആയിട്ട് മാറി. നമുക്ക് വേണ്ടത് ഇവിടെ 2du ആണ് അല്ലേ? കാരണം എന്താ, നമ്മൾക്ക് ഈ ടേമിനാണ് നമ്മൾ എന്ത് കൊടുത്തത്? u കൊടുത്ത്. നമുക്ക് ഇതിനുള്ളിൽ 4θ d തീറ്റ കിട്ടേണ്ടത്. അപ്പോൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2du ആണ് 4θ d തീറ്റ. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ റൂട്ടിൻ്റെ ഉള്ള ആൾക്ക് √u, 4θ d തീറ്റയ്ക്ക് പകരം 2du, √u 2du. ദെൻ 4 to 13 കിട്ടുന്നത് 0 to 3 ആണ് ലിമിറ്റ് യുവിലുള്ളപ്പോൾ, അല്ല തീറ്റ ഉള്ളപ്പോൾ. തീറ്റ 0 ആകുമ്പോൾ u എന്താ ഉണ്ടാകുക? 4. തീറ്റ 3 കൊടുത്താൽ 3² പ്ലസ് 4 13 വരും. അപ്പോൾ 4 to 13 ആയിട്ട് മാറും. 2 ഔട്ട് സൈഡ് വെച്ച് 4 to 13 u⁻1/2 du. 2 × u⁻1/2 പ്ലസ് 1/1/2 പ്ലസ് 1 4 to 13. ഇൻ്റഗ്രേറ്റ് ചെയ്യുക പവർ റൂള്. x⁻n+1/n+1. 2 ഔട്ട് സൈഡ് വെച്ചു. ഇത് u⁻3/2 ആയിട്ട് മാറും. ഇത് ആഡ് ചെയ്താൽ 3/2. ദാറ്റ് ഈസ് 2 × 2/3. അപ്പർ ലിമിറ്റ് 13⁻³ മൈനസ് 4⁻³ അതായത് 4/3 × 13⁻³ മൈനസ് 4⁻1/2 ഹോൾ⁻3. ഇതാണല്ലോ 3/2 എന്ന് പറയുന്നത്. 4/3 13⁻³ ഇത് 4⁻1/2 ആവും. 2³ 8 ആവും. ഇതാണ് ലെങ്ത്ത്. അപ്പോൾ 2-3 ഹോംവർക്ക് ഉണ്ട്, അതും കൂടെ നിങ്ങൾ ചെയ്തോളാം. ഓക്കെ.